എല്ലാവരും പുലർച്ചെ തന്നെ ക്ഷേത്രനടയിൽ എത്തണേ. നമുക്ക് ഒരുമിച്ച് കൂടാം. ആ ഗ്രാമത്തിലുള്ളവർക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. പാട്ടും നൃത്തവും ഒക്കെയായി കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഒരു കാലം. ആ കാലം. അങ്ങനെ ഇരിക്കെ ദേവദാസിന്റെ കുടുംബത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ എത്തി കാറിൽ എഴുന്നേച്ചു. അവർ സുന്ദരമായി ജീവിതം തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞ് കാവേരിയുടെ അമ്മയായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ആ ഗ്രാമത്തിലുള്ളവർ കാവേരിയെ പോലെ തന്നെ അവളുടെ കുഞ്ഞിനെ സ്നേഹിച്ചു. ഹായ്, കുഞ്ഞ് ജനിച്ചു. എന്നിട്ട് കുഞ്ഞിന് 28 ദിനമായപ്പോൾ പേടിയും നൂലുകെട്ട് ചടങ്ങും നടത്തി. പഴവങ്ങാടി ഗ്രാമവാസികൾ അതൊരു ഉത്സവമാക്കി മാറ്റി. പാട്ടും നൃത്തവും ഒക്കെയായി അവരാഘോഷിച്ചു. കാവേരിയുടെ കുഞ്ഞിന് എന്ത് പേരാണ് ഇട്ടത്? അത് മുത്തശ്ശി പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് മുത്തശ്ശിയെന്ന് മറന്നു കുഞ്ഞേ. അവർ ആ കുഞ്ഞിന് അല്ലിയാമ്പലിന്റെ ശരിയുള്ളത് കൊണ്ട് അല്ലി എന്ന് വിളിച്ചു. ഹായ്, നല്ല പേര്. അല്ലി. അല്ലി നല്ല പേരല്ലേ മുത്തശ്ശി? അപ്പോ ആഘോഷവും കേന്ദ്രമായിരിക്കും അല്ലേ? പിന്നില്ലേ, അത് പറയാനെന്തോ കുട്ടിയെ. ആഘോഷത്തിന് ഒട്ടും ഉറവെത്തിയിട്ടില്ല. ഇന്ന് അവൾ 19ാം പിറന്നാളിലേക്ക് എത്തി. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടോ? ക്ഷേത്രത്തിൽ ആദ്യങ്ങൾ കൂടിയിരിക്കുന്നു അല്ലേ? ദിവസങ്ങൾ കഴിയുമ്പോഴും എന്നാ തിരക്ക്. വാണിജ്യക്കാരുടെ തിരക്കുകൾ ഏറെയാണെന്നുണ്ട്. അതെ, പുറംദേശത്ത് നിന്നും ആളുകൾ ഏറെ എത്തുന്നുണ്ട്. അത്രയ്ക്ക്
സഹായിക്കാൻ പറ്റുക? പിന്നെ എനിക്ക് ദേവിയോട് നന്നായി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. ഈ സംസാരത്തിനിടയിൽ ഒന്നും മറന്നു. ഓ, അത് ഇന്ന് അല്ലിയുടെ 19ാം പിറന്നാളാണ്. അല്ലിക്ക് വേണ്ടി തിരുമേനി പ്രത്യേക പൂജകൾ നടത്തുന്നുണ്ട്. ഒന്ന് പോടി വീണു. അങ്ങനെയൊന്നുമില്ല. ഓ, അത് കേട്ടപ്പോൾ അവളുടെ മുഖമൊന്ന് നോക്കി, നിലാവ് ഉദിച്ചതുപോലെ. അതെ അതെ, അല്ലി അങ്ങോട്ടൊന്ന് നോക്കിയേ. ആ ചെമ്പകമരത്തിനിടയിലൂടെ നീ കണ്ടോ? ഹായ്, നിലാവല്ലേ? ഞാൻ കണ്ടു, ഒരു നീല നിലാവ്. ചേച്ചി ചേച്ചി ആ, എന്താ നീ? എത്ര നേരമായി ചേച്ചി പൂജക്കുള്ള പൂക്കൾക്ക് വേണ്ടി വലിയ തിരുമേനി കാത്തു നിൽക്കുന്നു. ദീപാരാധനയ്ക്കുള്ള സമയമായി. ഒന്ന് വേഗം വരൂ. ഇതാ വരുന്നു നീ. കൂട്ടുകാരെ, ഞാൻ പോയിട്ട് വരാം. ദൂരേക്കൊന്നും പോകരുതേ. പുറത്തെ കൽവിളക്ക് തിരികെ വയ്ക്കേണ്ടതാ. നിങ്ങൾ എന്നെ സഹായിക്കണം. എല്ലാം കൂടി എനിക്ക് ഒറ്റയ്ക്കാവില്ല. ഇവിടെ ഈ ചെമ്പക മരച്ചുവട്ടിലിരുന്നാ മതി. ഞാൻ ഉണ്ണിയെ കൂട്ടി വരാം. ഓ, നീ പോയിട്ട് വരൂ. ഞങ്ങൾ ഈ ചെമ്പക പറിച്ചുകൊണ്ടിൽ ഇരുന്നോളാം. ശരി, ഞാൻ പോയിട്ട് വരാം. ബാക്കികളും കാണാൻ മുത്തശ്ശി. പിറന്നാളാഘോഷമൊക്കെ കഴിഞ്ഞ് 19ാം പിറന്നാളൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും അല്ലി വളർന്നു സുന്ദരിയായി. ഗ്രാമത്തിലും അയൽ ഗ്രാമത്തിലും അവളുടെ വിനീതയെയും ചിട്ടവട്ടങ്ങളെയും കുറിച്ച് വാനോളം പുകഴ്ത്തിയിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു മുത്തശ്ശി അല്ലി. പിന്നല്ലേ കുട്ടിയെ, ഇടതൂർന്ന മുടിയിലകളും കാർത്തിക വിളക്ക് പോലെ തിളങ്ങുന്ന കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന രൂപസൗന്ദര്യവും അവൾക്കുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഇടയിൽ അല്ലിയെ കുറിച്ച് സംസാരമായി മാറിയിരുന്നു. ആണോ? എന്നിട്ടോ മുത്തശ്ശി? അങ്ങനെ ഇരിക്കെ പഴവങ്ങാടി ക്ഷേത്രത്തിലെ ഉത്സവം അടുത്തു വന്നു. ക്ഷേത്രത്തിലെ തിരുമേനി പ്രായമായതിനാൽ ഇതെല്ലാം നോക്കി നടത്താൻ വേണ്ടി ക്ഷേത്ര പ്രമാണിമാർ ഒരു തീരുമാനമെടുത്തു. ചെറുപ്പക്കാരനായ ഒരു തിരുമേനിയെ കൂടി വേണമെന്ന് അവർ പറഞ്ഞു. ആണോ? എന്നിട്ട് മുത്തശ്ശി? എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം അയൽരാജ്യത്തുള്ള ഗ്രാമവാസികൾ അറിഞ്ഞു. പഴവങ്ങാടി വന്നു പോകുന്ന കച്ചവടക്കാരൊക്കെ ഒന്നേ പറയാനുള്ളൂ. അതെന്താ മുത്തശ്ശി? അവർക്കൊക്കെ പറയാനുള്ളത് അല്ലിയെക്കുറിച്ച് മാത്രം. അല്ലിയെ കുറിച്ച് ഇത്രയധികം എന്താ പറയാനുള്ളത്? അതോ, എന്താ കുട്ടിയെ ഇത്ര സംശയം? വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ അവളുടെ സൗന്ദര്യത്തെ കുറിച്ചേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആണോ മുത്തശ്ശി? പിന്നല്ലേ, ഗ്രാമത്തിലുള്ളവർക്കും കച്ചവടത്തിനായി വരുന്നവരിൽ ചിലർക്കും ചില പ്രമാണിമാർക്കും ഒക്കെ അല്ലിയെ വേണി കഴിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ട്? അപ്പോഴാണ് പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഒരു തിരുമേനിയെ ആവശ്യമുണ്ടെന്നുള്ള വിവരം ചോളരാജ്യത്തു
ചെറുപ്പകാലത്തിൽ തന്നെ പാണ്ഡിത്യം നേടിയ ഒരു തിരുമേനി എത്തിയ വിവരം ഗ്രാമവാസികൾ അറിഞ്ഞു. എളിമയും സ്വഭാവശുദ്ധിയുമുള്ള ഒരു ചെറുപ്പക്കാരൻ. ഗ്രാമവാസികൾ 2-3 കൈ നീട്ടി അയാളെ സ്വീകരിച്ചു. പഴവങ്ങാടി ക്ഷേത്രത്തിലെ പുതിയ തിരുമേനിയെ കാണാൻ ഗ്രാമവാസികൾ തടിച്ചുകൂടി. എന്തോ പുതിയ തിരുമേനി എത്തിയപ്പോ അല്ലിക്ക് ആ ദിവസം ക്ഷേത്രത്തിലെത്താൻ സാധിച്ചില്ല. അതെന്തു പറ്റി മുത്തശ്ശി? ആ ഇടയ്ക്ക് അല്ലിയുടെ അമ്മയ്ക്ക് ദീനം കൂടുതലായിരുന്നു. ഒരു ദിവസം പൂജയ്ക്കുള്ള പൂക്കളുമായി അല്ലി ക്ഷേത്ര നഗരിലെത്തി. അല്ലിയെ കണ്ടതും നമ്മെ അമ്പലം നിന്നുപോയി. അതെന്താ മുത്തശ്ശി? അതോ അയാൾ അറിഞ്ഞതിനും കേട്ടതിനും അപ്പുറമായിരുന്നു അല്ലിയുടെ സൗന്ദര്യം. ഇതാര് എന്റെ മുന്നിൽ നിൽക്കുന്നു? ഞാൻ കണ്ടിട്ടുള്ള ഛായാചിത്രങ്ങളിൽ പോലും ഇതുപോലൊരു സൗന്ദര്യം കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ എന്തുമായിട്ടാണ് ഉപമിക്കേണ്ടത്? തിരുമേനി, കൊച്ചു തിരുമേനി, എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? എന്താ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇതാ പൂജയ്ക്കുള്ള പൂക്കൾ. നടയിലേക്ക് വെച്ചോളൂ. എന്താ സൗന്ദര്യം! തിരുമേനി, ഞാൻ പോകുന്നു. പോകാൻ എടുക്കായോ? അതെ അതെ തിരുമേനി. എന്തേ? അല്ല, ഉത്സവം അടുത്തതിനാല് ക്ഷേത്രത്തിൽ ജോലികൾ ഏറെയുണ്ട്. വലിയ തിരുമേനി പറഞ്ഞിരുന്നു സഹായത്തിന് കുട്ടി എത്തുമെന്ന്. അറിയാം തിരുമേനി, പക്ഷേ ഇതുവരെ കുട്ടിയെ ഇങ്ങോട്ടും കണ്ടിട്ടില്ലല്ലോ. അമ്മയ്ക്ക് ദീനം കരച്ചിലായിരുന്നതിനാൽ ഇങ്ങോട്ടൊന്നും വരാൻ തരം കിട്ടിയിരുന്നില്ല. അപ്പോ കുട്ടിക്ക് പോകാൻ തിടുക്കായി അല്ലേ? അമ്മ കിടപ്പിലായിരുന്നാൽ. അറിയാം, വലിയ തിരുമേനി പറഞ്ഞിരുന്നു. ആ കുട്ടി ഇങ്ങോട്ടൊരു ഈ പ്രസാദം അമ്മയ്ക്ക് കൊടുത്തോളൂ. ശരി തിരുമേനി. അതെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അധിക പ്രസംഗങ്ങൾ കരുതില്ല എങ്കിൽ എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. കുട്ടി പറഞ്ഞോളൂ. അത് ഞാൻ കുട്ടിയില്ല കേട്ടോ. അല്ലിന്ന് വിളിച്ചാൽ മതി, അതാ എനിക്കിഷ്ടം. ഓ ആയിട്ടെ. ഉത്സവത്തിന് ക്ഷേത്രനടയിൽ അല്ലിയും സംഘവുമാണ് നൃത്തം ചെയ്യുന്നതെന്ന് കേട്ടു. ശരിയാണോ? അതെ, ആദ്യമായിട്ടാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ നൃത്തം ചെയ്യാൻ പോകുന്നത്. അതെയോ? അല്ല, അതിനല്ലിക്ക് ഭയമുണ്ടോ? ഏയ്, ഭയമല്ല തിരുമേനി. അമ്മ നൃത്തം ചെയ്തിരുന്ന വേദിയിൽ ആദ്യമായി നൃത്തം ചെയ്യുന്നു. എന്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. വിഷമിക്കട്ടോ, അതാണോ മുഖമായിരിക്കുന്നത്? അമ്മ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു വിഷമം. മനസ്സിനുള്ളിൽ തേങ്ങി. അതാ തിരുമേനി. അത് സാധനം കുട്ടി, നാളെ കുട്ടിയുടെ നൃത്തം. മനസ്സ് വിഷമിപ്പിക്കണ്ട കേട്ടോ. പഴവങ്ങാടി കാത്തുണ്ട് കേട്ടോ. ശരി തിരുമേനി, ഞാൻ പോകുന്നു. അമ്മേ ദേവി. ഹായ്, എന്ത് രസമാണ് കേൾക്കാൻ. ബാക്കി കൂടി പറയും മുത്തശ്ശി. അല്ലിയുടെ അമ്മ വരുമോ? ഇല്ല കുട്ടിയെ, കാർവേലിക്ക് വയ്യാത്തത് കൊണ്ടാണല്ലോ അല്ലിക്ക് നൃത്തം ചെയ്യേണ്ടി വരുന്നത്. ഓ, അത് ഞാൻ മറന്നു. എന്നിട്ട് ദേവദാസി കുടുംബമായതിനാൽ തലമുറകൾ മാറി മാറി വരുന്ന ഒരു സമ്പ്രദായമാണ് ഈ നൃത്തം. അതല്ല മുത്തശ്ശി. അക്കാലത്ത് ദേവദാസിമാർക്ക് മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ. എന്താ സംശയം കുട്ടിയെ? അവളുടെ അമ്മ തന്നെ അത്രയ്ക്ക് നൈപുണ്യം നേടിയ നർത്തകിയായിരുന്നു കാർവേലി. ഗംഗാ നദി ഒഴുകി വരുന്നത് പോലെ അല്ലേ അല്ലി തിരുവരങ്ങിലേക്ക് വരുന്നത്. കൂടത്തോഴിമാരും അവരുടെ നൃത്തം കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു സദ്യ കഴിച്ച പ്രതീതിയല്ലേ കുട്ടിയെ? അത്രയ്ക്ക് കേമമായിരുന്നല്ലേ? അവളെ കണ്ടപ്പോ നാട്ടുതമ്പ്രാക്കന്മാർ അമ്പരന്നിരുന്നു. അവർ പരസ്പരം അന്വേഷിച്ചു.
കാർവേണിയായിരുന്നല്ലോ. പെട്ടെന്നൊരാൾ മുത്തവേഷത്തിൽ വന്നപ്പോ ചിലർക്ക് മനസ്സിലായില്ല. ആ, അത് ശരിയാണല്ലോ. എന്നിട്ട് ചിലർ പറഞ്ഞു അത് കാർവേണിയുടെ മകൾ അല്ലിയല്ലേ. പലരും പല ചോദ്യങ്ങളും ഉയർത്തി. ചിലർ പറഞ്ഞു അതെ, അത് അല്ലിയാണ്. അവളുടെ സൗന്ദര്യവും നൃത്തവും ആളുകളെ ലഹരി പിടിപ്പിച്ചു. അതിൽ പലരും പറഞ്ഞു അമ്മയെ പോലെ തന്നെ. ചിലർ പറഞ്ഞു അല്ല, അമ്മയെക്കാളും സുന്ദരിയാണെന്ന്. അപ്പോൾ നമ്പിയോ? നമ്പിയോ? അതേ സമയം എല്ലാം മറന്നു ക്ഷേത്രനടയുടെ അടുത്തുള്ള തൂണിൽ ചാരി അല്ലിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അല്ലിയെ തന്നെ നോക്കി നിന്നിരുന്നു. അല്ലിയുടെ നൃത്തം തുടങ്ങിയപ്പോ നമ്പിയുടെ രക്തത്തിൽ ഉന്മാദ ലഹരി ഇരച്ചു കയറി. അല്ലിയെ സ്വന്തമാക്കണമെന്ന മോഹം ഉള്ളിൽ ഉദിച്ചു. നമ്പി ഉറപ്പിച്ചു, അല്ലിയെ എനിക്ക് വേണം. മുത്തശ്ശി, അല്ലിയുടെ നൃത്തമോ? അപ്പോൾ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നടുവിൽ അവളൊരു മയിലിനെ പോലെ ഇടകി തുടങ്ങി.
പക്ഷെ കൊടുക്കാൻ പറ്റില്ല. അല്ലി, അവൾ എന്റെ സ്വന്തമാണ്. അന്റെ സ്വന്തമാണ്. എന്താ നമ്പിയെ, താനെന്തോ ചിന്തയിലാണല്ലോ നിപ്പ്? എന്തു പറ്റി? ഇല്ലം വരെ ഒന്ന് പോണമെന്ന് തോന്നുന്നുണ്ടോ നമ്പിയെ? അതല്ല തിരുമേനി, ഞാൻ അല്ലിയെ കുറിച്ച് ആലോചിക്കുന്നതാ. എന്തിനാ ഇപ്പോ അന്യെ കുറിച്ച് ആലോചിക്കാൻ? അല്ല തിരുമേനി, ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ നമ്പിയെ. കാര്യമായി എന്തോ തന്നെ അലട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. ശരിയാ തിരുമേനി. അത് പിന്നെ അല്ലിയുടെ അമ്മയ്ക്ക് ദീനം തുടങ്ങിയിട്ട് നാളുകളേറെയല്ലേ? ഭേദമാകാൻ നാളുകളിൽ മരുന്നും അത് നോക്കി ഏറെയായി. ദീനത്തിന് ഒരു കുറവും ഉണ്ടാകുന്നില്ല. നാൾക്ക് നാൾ ദീനങ്ങൾ വഷളാവുന്നു. അതാ ഞാൻ ആലോചിച്ചത്. അല്ലിയും അമ്മയും തനിച്ചാവുന്ന ആ ഒരവസ്ഥ. ശരിയാ താൻ പറഞ്ഞത്. കാർമേണിയുടെ കാലം കഴിഞ്ഞാൽ അവർ അനാഥരാകും എന്നല്ലേ താൻ ചിന്തിക്കുന്നത്? അതെ അതെ. അല്ലിയെ വേടിച്ചൂടണ്ടേ? ഉണ്ണിക്ക് എന്ത് ചെയ്യാനാവും? അവൻ കുട്ടിയല്ലേ? ഓ, അതാണോ? അവളെ വേണി കഴിക്കാൻ അകത്തും പുറത്തും ആളുകൾ ചോദിക്കുന്നുണ്ട്. അവൾക്ക് ചേരുന്നൊരു ചെക്കനെ നോക്കണം. അങ്ങനെയുണ്ടോ? നമ്പിയെ, കാർമേണിയുടെ അന്യെ പോലെ തന്നെ ആയിരുന്നു അവളുടെ എളിമയും സ്വഭാവശുദ്ധിയും ബുദ്ധവും പാട്ടും ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഓരോ ഉത്സവ ദിനങ്ങളിലും കൊട്ടാര നൃത്തത്തിലും അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. തിരുമേനി പറഞ്ഞിരുന്നത് അത് തന്നെ. നാണയങ്ങളും സ്വർണവും രത്നങ്ങളും ഒക്കെ അവർക്ക് സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. എന്റെ നമ്പിയെ, നമ്മൾ ഭയപ്പെടാനൊന്നുമില്ല. കാരണം എനിക്ക് 2-3 തലമുറ കഴിയാനുള്ള സ്വത്തുക്കളുണ്ടേ. ഓ, അപ്പോൾ സൗന്ദര്യം മാത്രമല്ല, സ്വത്തുക്കളേറെയുണ്ട്. രാജാക്കന്മാരും നാടുവാഴികളും അതിനുപരി പ്രമാണിമാരും അല്ലിയുടെ അമ്മയെ ആദരിച്ചിട്ടുണ്ട്. ഓ, പിന്നെ നമ്മളൊക്കെ ഇല്ലേ? അല്ല തിരുമേനി, വേണുവോളം സ്വത്തുക്കളുണ്ട്. അല്ലിയും സ്വത്തും എനിക്ക് വേണം. അല്ലി സ്വന്തമായാൽ സമ്പാദ്യം എനിക്കുള്ളതാണ്. നമ്പി എന്താ ആലോചിക്കണേ? തിരുമേനി, എനിക്ക് മുഖമുള്ള വേണ്ടോ? പറഞ്ഞോളൂ. തിരുമേനി, എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. തിരുമേനി, സ്വത്തോ സ്വർണമോ എനിക്ക് വേണ്ട. ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്താ നമ്പിയെ ഒരു പക്ഷേ? അല്ലിയെ എനിക്ക് വീട് കഴിക്കണമെന്നുണ്ട്. തന്റെ പരിഭ്രമവും പരിങ്ങലും കണ്ടപ്പോഴേ മനസ്സിലാക്കി തന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. തിരുമേനി, അല്ലിയുടെ അമ്മയോട് സംസാരിച്ചാൽ അവര് അല്ലി എനിക്ക് വീട് കഴിച്ചു തരും. അതിനെന്താ നമ്പിയെ, സംസാരിക്കാം. നിന്നെ പോലെ നല്ല സ്വഭാവമുള്ള ഒരാൾക്കല്ലാതെ അല്ലിയെ വേടി കഴിച്ച് തന്നില്ലേ? പിന്നെ ആർക്കാ വേടി കഴിച്ച് കൊടുക്കാം? ഞങ്ങളുടെ പൊന്നോമനയാണ് അല്ലി. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ പഴവങ്ങാടി ഗ്രാമത്തിൽ സന്തോഷമുള്ള ഒരു കുടുംബമായി എക്കാലവും നിങ്ങൾ കഴിയണം. ഞാൻ പറഞ്ഞോളാം. നീ തന്നെ കാർമേലിയെ കൊണ്ട് സംസാരിച്ചോളൂ.
നമ്മുടെ തീരുമാനമല്ലല്ലോ നടക്കുന്നത്. എല്ലാം പഴവങ്ങാടി അമ്മയുടെ അനുഗ്രഹം വിധി പോലെ നടക്കട്ടെ. ശരി ശരി തിരുമേനി. അല്ലി, കുട്ടിയെ, മോളെ, അമ്മയ്ക്ക് ഇറ്റ് വെള്ളം കൊണ്ടുവന്നോളൂ. ദാ കൊണ്ടുവരുന്നേ. അമ്മേ, ദാ വെള്ളം. വല്ലാത്ത ദാഹം. എന്താണെന്നറിയില്ല, ഒരു ക്ഷീണം തോന്നുന്നു. മോളെ അല്ലി, ഇന്ന് നീ ക്ഷേത്രത്തിൽ പോകുന്നില്ലേ? വലിയ തിരുമേനി നിന്നെ അന്വേഷിക്കില്ലേ കുട്ടിയെ? അമ്മേ, ക്ഷേത്രത്തിൽ തിരക്കുകളെല്ലാം കുറഞ്ഞല്ലോ. ആ പിന്നെ ഇപ്പോ ചെറിയ തിരുമേനിയുണ്ട്. ഇവിടെ ഒന്ന് ഉണ്ണി പോയിട്ടുണ്ട്. നല്ല ശേലായ എന്റെ കുട്ടിയെ. ഉണ്ണിയെ കൊണ്ട് എന്താവാനാ? അവൻ കുട്ടിയല്ലേ. ക്ഷേത്രത്തിന്റെ പുറത്ത് എത്രയാന്ന് വെച്ചാ ജോലിയുള്ളത്? കുട്ടി എന്താ ഒന്നും അറിയില്ലാത്ത പോലെ സംസാരിക്കണത്? കാർവേലി, മോളെ അല്ലേ, പുറത്ത് ആരോ വന്നെന്ന് തോന്നുന്നു. ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്കിയേ. മോം അകത്തേക്ക് വരിക. അയ്യോ, ഇതാരാ? വലിയ തിരുമേനിയോ? പെട്ടെന്ന് അങ്ങ് എണീക്കാൻ പറ്റണില്ല തിരുമേനിയെ. ഇരുന്നൂറ് കാർവേലിയെ, സാരില്ല. ശികാലമായി നോം വിചാരിക്കണു ഇങ്ങോട്ട് ഇറങ്ങണമെന്ന്. നോമിനും വയ്യാണ്ടായിരിക്കണു. ഇങ്ങനെ ഇരിക്കുക തിരുമേനിയെ. നോം വിചാരിക്കണമെന്നും അല്ല കാർവേലിയെ നടക്കണത്. ദേവിയുടെ അനുഗ്രഹം നമ്മെ തേടി എത്തിയിരിക്കണു. തിരുമേനി പറയണതൊന്നും എനിക്കങ്ങോട്ട് മനസ്സിലാവണില്ല. നമ്മുടെ അല്ലിയുടെ കാര്യമാ നോം പറഞ്ഞു വരണേ. ദേവിയുടെ കൃപയാൽ എന്നെ സഹായിക്കാനെത്തിയ തിരുമേനിയുണ്ടല്ലോ, മിടുക്കനാ, ബഹുകേമൻ എന്നാ പേര്. നമ്മുടെ അല്ലിയെ വേണ്ടി ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നു. എല്ലാം ദേവിയുടെ കൃപാകടാക്ഷം, അല്ലാതെ മോനെന്താ പറയാ? തിരുമേനിയെ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാനാവണില്ല. വിശ്വസിച്ചേ മതിയാവുന്ന വേണ്ടിയെ ആൾ എന്നോടൊപ്പം എത്തിയിട്ടുണ്ട്. നമ്മിയെ ഇങ്ങോട്ട് വരിക, മടിച്ചു നിൽക്കണ്ടോ, തലയിങ്ങോട്ട് വരിക. കാർവേടിയെ നോമ്പ് എപ്പത്തി എത്തിക്കൂടെ? നോം അങ്ങോട്ട് പോകും. എല്ലാം നോം കാർവേടിയോട് പറഞ്ഞിട്ടുണ്ട്. നന്ദി, ഇനി സംസാരിക്കുക. നോം അങ്ങോട്ട് പോകും. നമസ്കാരം. നമസ്കാരം. കൊച്ചു തിരുമേനി ക്ഷേത്രത്തിൽ എത്തിയതറിഞ്ഞു. പക്ഷേ ഒന്ന് അവിടം വരെ വരാൻ കഴിഞ്ഞില്ല. സാരില്ല. എല്ലാം അല്ലി പറയാറുണ്ട്. അതെ, അമ്മ ഞാൻ ഇവിടേക്ക് തന്നെയാണ് വന്നത്. അമ്മയൊന്ന് കാണണം, വിശേഷങ്ങളൊക്കെ അന്വേഷിക്കണം. അതേപോലെ അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? അങ്ങനെ അങ്ങ് പോകുന്നു എന്റെ തിരുമേനിയെ. ഓരോ ദിനം പ്രതിയും എന്റെ ആരോഗ്യനില വഷളായിക്കൊണ്ടിരിക്കുക. അധികകാലം ഞാൻ ഇനി ഉണ്ടാവുമെന്ന് തോന്നണില്ല. എന്റെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു നീറ്റിലാണ് തിരുമേനി. ഇങ്ങനെയൊന്നും ആലോചിച്ചൊന്നും ക്ഷമിക്കണ്ട. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ ശരിയാ തിരുമേനിയെ.
മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഹൃദയം പൊട്ടുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ക്ഷേത്രക്കാർ അവരെ സംരക്ഷിക്കുമായിരിക്കും. പക്ഷേ അമ്മയുടെ കരുതലോളം വരുമോ? അമ്മേ, അമ്മ എന്തിനായി ഞാൻ വിഷമിക്കുന്നത്? പഴവനാടി ഭഗവതി ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നിങ്ങളെ സംരക്ഷിക്കാനുള്ള വഴികളും ഭഗവതി കാണിച്ചു തരും. വിഷമിക്കില്ല കേട്ടോ. അതേ തിരുമേനി, എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. ജനിച്ചതു മുതൽ അമ്മയുടെ മുറ്റത്തല്ലേ അവർ ഓടി നടന്നത്. അമ്മയുടെ നാമം ഉരുവിട്ടല്ലേ അവർ വളർന്നത്. ഇതൊന്നും അമ്മയ്ക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുമോ? എന്റെ മക്കളുടെ ജീവിത വഴികളും അമ്മ കണ്ടിട്ടുണ്ടാവും. അത് തടസ്സപ്പെടുത്താൻ നമുക്കാവില്ലല്ലോ. യോ, വലിയ തിരുമേനി പോയോ? കൊച്ചു തിരുമേനി, ഞാൻ സമ്പാദം. അല്ലേ സ്വന്തമാക്കിയാൽ സ്വത്തുക്കളെല്ലാം അവന്റെ സ്വന്തം. ഈ കിഴനെ എന്നെ വിശ്വസിച്ചു തോന്നുന്നു. തിരുമേനി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല. വെറുതെ ഓരോന്ന്. അമ്മയോട് എനിക്കൊരു കാര്യം വർദ്ധിക്കാനുണ്ടായിരുന്നു. അതാ ഞാൻ ഇവിടെ വരെ വന്നത്. ഓ, തിരുമേനി പറഞ്ഞോളൂ. 2-3 ദിവസങ്ങളായി അമ്മയെ കാണണം വിചാരിക്കണം. പറഞ്ഞോളൂ തിരുമേനിയെ. അമ്മ ദൈവത് ഈ തിരുമേനി എന്ന് വിളിയിൽ നിർത്ത്. എന്നെ നമ്പി എന്ന് വിളിച്ചാൽ മതി. അങ്ങനെ ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അമ്മേ, 2 ദിനം മുമ്പ് ഒരു സ്വപ്ന ദർശനമുണ്ടായിരുന്നു. പഴയൂർ അമ്മ എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഓ, ദേവി, ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെടുകയോ? ആശ്ചര്യം തോന്നുന്നു. കേട്ടിട്ട് തന്നെ എന്റെ ശരീരം മുഴുവൻ പൂത്തുകയായിരുന്നു. എന്നിട്ടോ? എന്നോടൊരു കാര്യം വർദ്ധിച്ചു. ഭഗവതി പറഞ്ഞു, അല്ലി ഈ ഗ്രാമത്തിന്റെയും ഈ ക്ഷേത്രത്തിന്റെയും ഐശ്വര്യമാണ്. അല്ലിയെയും അമ്മയെയും ഉണ്ണിയെയും സംരക്ഷിക്കേണ്ട കടമ നിന്റേതാണ്. അല്ലിയെ വേല ചെയ്ത് ഇവിടെ തന്നെ കൂടണമെന്ന് പഴയവരും എന്നോട് പറഞ്ഞു. അമ്മേ, ദേവി, എനിക്ക് വേണ്ടി നീ പ്രത്യക്ഷപ്പെടുകയോ? എന്റെ കാതുകളെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്കുണ്ടായിരുന്ന ഒരു ഉൾവിളി അമ്മയോട് ഞാൻ ഉണർത്തിച്ചെന്നേയുള്ളൂ. നമ്പി എന്താ പറഞ്ഞു വരുന്നത്? അല്ലിയെ ഞാൻ വേല ചെയ്തോളാം. ഇതെന്റെ ആഗ്രഹമല്ല, ദൈവകൽപ്പനയാണ്. അമ്മയ്ക്കറിയാലോ, ഒരു ദേവദാസിയുടെ മകളെ ബ്രഹ്മത്വം സ്വീകരിച്ച ബ്രാഹ്മണൻ വേലി കഴിച്ചതാണ്. പക്ഷേ എല്ലാം പഴവനാടി ഭഗവതിയുടെ തീരുമാനമാണല്ലോ. എനിക്ക് എല്ലാം മനസ്സിലായി തിരുമേനി. അമ്മേ, ദൈവകോപം വരണ്ടാന്ന് കരുതിയ നോമിക്കാര്യം ഇവിടെ വന്ന് പറഞ്ഞത്. ഇതെങ്ങനെ നടക്കും? ദൈവഹിതം നടത്തപ്പെടണമല്ലോ. അതെ, നടത്തപ്പെടുമ്പോൾ അമ്മേ, നമ്മൾ ഈ ബന്ധം രഹസ്യമായി സൂക്ഷിക്കും. ഈ ക്ഷേത്രത്തിന്റെ നാടകത്തിനുള്ളിൽ ഭഗവതിയെയും അമ്മയെയും സാക്ഷി നിർത്തി അല്ലിയുടെ കഴുത്തിൽ ഞാൻ താഴ്ച തിരുമങ്ങളെല്ലാം വലിയ തിരുമൽ നടത്തിട്ട് അമ്മയുടെ മകളെ പൊന്നു പോലെ നോക്കാൻ ഞാൻ. അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അമ്മേ, അല്ലിയുടെ സൗന്ദര്യമോ സമ്പത്തോ അല്ല എന്റെ ലക്ഷ്യം. ദേവിയുടെ കൽപ്പന നിർവഹിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അമ്മയുടെ സന്തോഷത്തിന് മുന്നിൽ അല്ലി സമ്മതിച്ചു. അതെന്താ മുത്തശ്ശി? നമ്പി അള്ളിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇഷ്ടക്കുറവില്ലായിരുന്നു കുട്ടിയെ.
നന്ദിയെ അവൾക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്തു പറ്റി മുത്തശ്ശി? ഒരു പക്ഷേ? അതോ അത് അല്ലിയുടെ ഉണ്ണിയമ്മയ്ക്ക് നമ്മയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നി. അവന്റെ ഉള്ളിൽ ഒരു തീക്കല്ല് വീണ പോലെ ആയിരുന്നു ഉണ്ണിയുടെ സംസാരത്തിൽ. അയ്യോ കഷ്ടം. എന്നിട്ട് മുത്തശ്ശി? ഉണ്ണിയുടെ ഇഷ്ടക്കേടൊന്നും മുതിർന്നവർ കാര്യമാക്കിയില്ല കുട്ടിയെ. അവൻ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു അവന്റെ വാക്കുകൾ അവർ തള്ളിക്കളഞ്ഞു. ആണോ? എന്നിട്ട് അല്ലിയുടെ കല്യാണം നടന്നില്ലേ? അല്ലിയുടെ കല്യാണം നടന്നു. എന്ത് രസമായിരിക്കും അല്ലിയുടെ കല്യാണം. ഓ, അല്ലിയുടെ കല്യാണത്തിന് ആഹ്ലാദങ്ങൾ കുറവായിരുന്നെങ്കിലും അത്രയ്ക്കങ്ങ് മോശമല്ലായിരുന്നു. മേളത്തിനും നൃത്തത്തിനും പാട്ടിനും ഒന്നും കാവേരി ഒരു കുറവും വരുത്തിയില്ല. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അല്ലി നമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. അതിലുപരി വിശ്വാസത്തിന് എന്ത് പറ്റും മുത്തശ്ശി? അവരുടെ ആഭരണത്തോടും സ്വത്തുക്കളോടുമായിരുന്നു നമ്പിക്കിഷ്ടം. മതി കുട്ടി, ഉറക്കം വരണില്ലേ? ബാക്കി നാളെ പറയാം. വേണ്ട വേണ്ട, നല്ല കഥയാ. അല്ലിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ബാക്കി കൂടി പറയും മുത്തശ്ശി. അല്ലിയുടെ കല്യാണം കഴിഞ്ഞു. നമ്പി അവരെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ നന്ദി ഇതിനകം പല കുതന്ത്രങ്ങളും ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അവരാടിയും പാടിയും നടന്നു. നമ്പിയുടെ കണ്ണുകൾ അമ്പിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നു തുടങ്ങി. അതെന്താ മുത്തശ്ശി? അത് പിന്നീട് ക്ഷേത്രത്തിലേക്കും
എല്ലാ നിയന്ത്രണങ്ങളും